ഞങ്ങളുടെ കൂടുതൽ വീഡിയോസ് കാണുവാനായി നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറി സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്യൂ. കേവലം 1 MB മാത്രമുള്ള സർഗം കിച്ചണിൻ്റെ ഫ്രീ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സൗകര്യപ്രദമായ രീതിയിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം പുതിയ പാചക വീഡിയോകൾ കണ്ട് സ്വാദിഷ്ടമായ വിഭവങ്ങൾ തയ്യാറാക്കൂ. നമുക്ക് നെല്ലിക്കാവയും തയ്യാറാക്കാൻ വേണ്ടി നല്ല വലിയ നെല്ലിക്കിന് നല്ലോണം കഴുകി ഉണക്കി തുടച്ച് വെച്ച നെല്ലിക്കിനത് നല്ലോണം മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നല്ലോണം അഴുക്കുണ്ടാവും. അത് നല്ലോണം കഴുകണം. അത് കഴിഞ്ഞ് നല്ല തുണി എടുത്ത് തുടച്ച് വെച്ചതാണ്. അതുപോലെ എല്ലാ നെല്ലിക്കും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 200 ഗ്രാം ഉണക്കമുന്തിരി നല്ലോണം കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയതാണ്. 1.5 കിലോ ബെല്ലം ശർക്കര പൊടിച്ച് വെച്ചത്. പിന്നെ കറുവാപ്പട്ടയും ഗ്രാമ്പും നമ്മൾ മിക്സിയിൽ നല്ലോണം പൊടിച്ചിട്ട് വേണം അതിൻ്റെ ഒരു മസാല ചേർക്കാനായിട്ട്. ഇത് ഈ 4 ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. പിന്നെ ബരണി പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ബരണി കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. ഒരു വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ഇതിൽ പാടില്ല. അങ്ങനെ വെച്ചാൽ പൂപ്പൽ വരാം, അല്ലെങ്കിൽ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. അത് നമുക്ക് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണതാണ്. അതുപോലെ തന്നെ 2 ലിറ്റർ വെള്ളം തിളപ്പിച്ചാറിയിടുന്നത്. ഞാൻ തിളപ്പിച്ച് മുന്നേ വെച്ചു. എന്നിട്ട് ചൂടാറിയതിന് ശേഷം വേണം 2 ലിറ്റർ വെള്ളം ചേർക്കാനായിട്ട്. ആദ്യം നമ്മൾ ഈ മസാലയും ഗ്രാമ്പും കൂടിയിട്ട് പൊടിച്ചിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇതിൻ്റെ മസാല തയ്യാറാവും. നെല്ലിക്കെടുത്ത് ഇങ്ങനെ മുറിച്ച് നെല്ലിക്കയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ബെല്ലൊക്കെ കയറാൻ വേണ്ടി ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ മുറിച്ച് ഇങ്ങനെ മുറിക്കണം. അല്ലെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ ഒരു ഫോർക്ക് എടുത്ത് ഇങ്ങനെ കുത്തിയാലും മതി. ഏതാ നമ്മുടെ സൗകര്യം പോലെ ചെയ്യാം. അങ്ങനെ കുത്തിയിട്ട് വേണം അല്ലാതെ ഇടാനായിട്ട്. ഇപ്പം ഞാൻ കത്തി കൊണ്ട് ഇങ്ങനെ ആക്കുന്നത്. അപ്പം ഇങ്ങനെ ചെറുതായി നോക്കിക്കഴിഞ്ഞാൽ നല്ലതാണ്. അതുപോലെ എല്ലാം നെല്ലിക്ക അങ്ങനെ ചെയ്യണം. കുറച്ച് നെല്ലിക്ക ഇട്ട് കഴിഞ്ഞ് ബരണി ഏതാണ്ട് ഇങ്ങനെ നിറഞ്ഞു വരുമ്പോൾ നമുക്ക് ബെല്ലം ചേർക്കണം, ഉണക്കമുന്തിരി മസാല ചേർക്കണം. അങ്ങനെ മാറി ഇട്ടിട്ട് വേണം എടുക്കാനായിട്ട്. ഏകദേശം ആയിട്ട് ഇനി നമുക്ക് ബെല്ലം ചേർക്കാം. 1.5 കിലോളം ബെല്ലം ഉണ്ട്. ഇത് പൊടിച്ചു വെച്ചതുണ്ട്. നല്ല മധുരം വേണമെങ്കിൽ 2 കിലോന് തന്നെ ചേർക്കണം. അപ്പം അത്ര അധികം മധുരം ഇഷ്ടമില്ലാത്ത കാരണം 1.5 കിലോ ചേർത്തില്ല. പിന്നെ കുറച്ച് ഉണക്കമുന്തിരി, പിന്നെ നമ്മൾ മസാലയും ഗ്രാമ്പും കൂടി പൊടിച്ചത് ചേർത്തു. ഇനി നമുക്ക് ഇതുപോലെ തന്നെ അടുത്തതായിട്ട് നെല്ലിക്കിടാം. ഇടയ്ക്കായിട്ട് നമുക്കിതിങ്ങനെ ചേർക്കണം. ഇനി നമ്മൾ ബെല്ലം ചേർക്കാം. അതിനുശേഷം ഉണക്കമുന്തിരി ചേർക്കാം. പിന്നെ മസാല ചേർക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ നെല്ലിക്ക ചേർക്കാം. ഫോർക്ക് കൊണ്ട് കുത്തിയാലും മതി. നമുക്ക് നെല്ലിക്ക സീസണിൽ നമുക്കിങ്ങനെ നെല്ലിക്ക വാങ്ങിച്ചിട്ട് നെല്ലിക്ക വൈനോ നെല്ലിക്ക അരിഷ്ടോ ഒക്കെ അങ്ങനെ കെട്ടിവെക്കാം. HB കുറവുള്ളവർക്ക് അയൺ കണ്ടന്റിനൊക്കെ നല്ലതാണത്. ഉണക്കമുന്തിരി ആയാലും നല്ലതാണ് ശരീരത്തിന്, ബ്ലഡ് കൂടാനൊക്കെ. വെള്ളം തീരെ പാടില്ല, അത് മാത്രം അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ പിന്നെ വൈന് എത്ര കാലം വേണമെങ്കിലും. ഇനി നമുക്ക് ഓൾട്ടർനേറ്റ് ചെയ്ത് ഇങ്ങനെ ഇടാം. ബെല്ലിടാം. ചീകിയ ബെല്ലായാലും കുഴപ്പമില്ല. ഇതിങ്ങനെ കുഞ്ഞി അമ്മിക്കുഴലിട്ട് ചതച്ചെടുത്തതാണ്. പിന്നെ ഉണക്കമുന്തിരി, പിന്നെ മസാല പൊടി,
തന്നെ 4 ആഴ്ച കെട്ടി വെക്കണം. നല്ല ഇരുട്ടത്ത് ഒന്ന് കെട്ടി വെക്കണം. നല്ല വെളിച്ചത്ത് വെക്കരുത്, നല്ല ഇരുട്ടുള്ള ഒരു സ്ഥലത്ത് വെക്കണം. പിന്നെ എല്ലാ ദിവസവും നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കും വേണം. മരത്തവി കൊണ്ട് വേണം ഇളക്കാനായിട്ട്. എല്ലാ ദിവസവും ഇപ്പോൾ ഒരേ ടൈമിൽ ഇളക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ വൈകുന്നേരമാണ് ഇളക്കണമെന്ന് വെച്ചാൽ എല്ലായ്പ്പോഴും എല്ലാ ദിവസവും വൈകുന്നേരം ഇളക്കാണ്ട് 4 ആഴ്ചയ്ക്ക് ശേഷം നമുക്കിത് ഉപയോഗിക്കാം. എന്നിട്ട് ഊറ്റി ഒരാഴ്ചക്ക് ഇങ്ങനെ തെളിയാൻ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഒരാഴ്ചയോടുകൂടി ഇത് തെളിയും. അപ്പോൾ പിന്നെ നമുക്കത് നല്ല മട്ടൊക്കെ അടിയിൽ ഊറി നല്ല ക്ലിയർ വൈൻ കിട്ടും. ഫ്ലേവറൊക്കെ നല്ലൊരു മണം കിട്ടും. ലാസ്റ്റ് വെച്ച് ഫോർക്ക് കൊണ്ട് കുത്തിയാൽ നല്ല ഇതുപോലെ തന്നെ എഫക്റ്റ് ഉണ്ട് കിട്ടും. പിന്നെ മുന്തിരി ചേർക്കണം. അതുപോലെ മസാല തിളപ്പിച്ചാറിയ വെള്ളം 2 ലിറ്റർ. ഇനി നമുക്ക് ഇത് വേഗം തന്നെ ഇങ്ങനെ മൂടി വെച്ച് അടച്ച് ഒരു വെള്ള തുണി എടുത്ത് വെച്ച് കെട്ടാം. ഒരു ചരട് കൊണ്ട് കെട്ടാം. എല്ലാ ദിവസവും ഏത് നേരത്തെ നമ്മൾ ഇളക്കണേന്ന് വെച്ചാൽ അത് ഇളക്കണം. 4 ആഴ്ച അങ്ങനെ ഇളക്കി അതിന് ശേഷം നമുക്ക് തുറക്കാം. അപ്പം നമുക്ക് നല്ല സ്വാദിഷ്ടമായ നെല്ലിക്കാവയും തയ്യാറാവും. ഇതിപ്പോൾ നമ്മൾ നെല്ലിക്കയും ഉണക്കമുതിരിയും കൂടി കെട്ടി വെച്ചിട്ട് 3 ആഴ്ച കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തുറന്നു നോക്കാം. അത് ഞാൻ ആഴ്ചയിൽ 2 ദിവസം ഇളക്കിയിരുന്നു. തുറന്നിട്ടൊന്ന് ഇളക്കിയിരുന്നു. എല്ലാ പ്രാവശ്യം ഇളക്കുമ്പോൾ ഒരേ സമയത്ത് തന്നെയാണ് ഇളക്കാറ്. അത് തുറന്നു നോക്കിയാൽ നമുക്ക് കണ്ടില്ലേ, മുന്തിരിയൊക്കെ നല്ലോണം ഇങ്ങനെ കുതിർന്ന് പൊന്തി നിൽക്കുന്നുണ്ട്. നെല്ലിക്ക അടിയിലായിട്ട് കിടക്കുന്നുണ്ട്. വളരെ ടേസ്റ്റുള്ളൊരു വൈനാണ് ഇത്. നല്ല വിറ്റാമിൻ ഉള്ളതാണ്. മുന്തിരിങ്ങ നെല്ലിക്ക വൈൻ. ഇത് നമ്മൾ ഈസ്റ്റൊന്നും ഉപയോഗിച്ചിട്ടില്ല. ജസ്റ്റ് നെല്ലിക്കയും മുന്തിരിയും ശർക്കര നീരും മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം. നമുക്കിങ്ങനെ എന്നിട്ട് ഇതൊരാഴ്ചയും കൂടി തെളിയാൻ അങ്ങനെ വെക്കണം. എന്നിട്ട് വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. എന്നാലും അതിൻ്റെ മട്ട് അടിയിൽ ഊറിയിട്ട് വൈൻ നല്ല തെളിഞ്ഞ് കിട്ടുള്ളൂ. ഇതിങ്ങനെ നമുക്കിങ്ങനെ ഇത് ഊറ്റിക്കഴിഞ്ഞാൽ പാത്രത്തിലേക്ക് മാറ്റാം. ഈ നെല്ലിക്കയിൽ നമുക്ക് കുറച്ച് തേൻ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് മധുര നെല്ലിക്കയുടെ സെയിം എഫക്റ്റാണ്. അതേ ഗുണങ്ങളൊക്കെ ഉണ്ടാവും. കാരണം ഇത് കളയേണ്ട. ഇത് എടുത്തിട്ട് നമുക്ക് കുപ്പിയിലാക്കിയിട്ട് കുറച്ച് തേൻ ചേർത്തിട്ട് ഉപയോഗിക്കാം. മരക്കൈയിലുകൊണ്ടാണ് ഇളക്കലും എടുക്കലും ഒക്കെ ചെയ്യേണ്ടത്. വേറെ സ്റ്റീൽ കയ്യിലൊന്നും എടുക്കരുത്. മരക്കൈയിൽ വേണം. നമ്മൾ ഈ വൈൻ കെട്ടാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഒരു കയ്യിൽ മാറ്റി വയ്ക്കണം. നമുക്ക് ബെരനോട് കൂടിച്ച് ശരിക്കപ്പോൾ നെല്ലിക്കൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതോടുകൂടി ശരിക്കാം. നമുക്ക് ഈ ബെർണിയിൽ തന്നെ കെട്ടി വയ്ക്കുക. ഞാൻ ഇപ്പോൾ ഒരു ചില്ലുകുപ്പി എടുത്തിട്ട് ചില്ലുകുപ്പിയിലാണ് ഊറാനായിട്ട് വെക്കണം. എന്നിട്ട് ഊറി കഴിഞ്ഞതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ നല്ല തെളിഞ്ഞ് നിൽക്കുന്നുണ്ടാവും.
കപ്പ് ഗ്ലാസ്സിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര തിക്കായിട്ട് കിട്ടും. ഇതിൻ്റെ അളവ് നല്ല കട്ടിയിലാണ് നിൽക്കണം. അത് ഒരാഴ്ച ഊറാൻ വെക്കണം. അപ്പോഴാണ് അതിൻ്റെ നല്ല തെളിഞ്ഞ് കിട്ടുള്ളൂ. നമുക്കൊരു ചില്ലുകുപ്പിയിൽ വെച്ച് ഇങ്ങനെ അനക്കാണ്ട് കെട്ടി വയ്ക്കാം. ഇത് ഒരാഴ്ചയോളം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ലോണം തെളിയും. അപ്പം മട്ടൊക്കെ ഊറി നല്ല തെളിഞ്ഞ് അനക്കാണ്ട് വെക്കണം. അപ്പം നമ്മുടെ നെല്ലിക്ക വൈൻ തയ്യാറായിട്ടുണ്ടാവും. ഒരാഴ്ച ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമുക്ക് കുപ്പിയിൽ പകർത്തി ഉപയോഗിക്കാം. മട്ട് നമുക്ക് മാറ്റിക്കളയാം. 15 ദിവസം കഴിഞ്ഞ് നമ്മൾ തെളിയാൻ വെച്ചതിന് അത് നല്ലോണം തെളിഞ്ഞുണ്ട് എന്ന് കണ്ടില്ലേ? നല്ലോണം ക്ലിയർ ആയിട്ട് തെളിഞ്ഞുണ്ട്. നമ്മുടെ വൈൻ നല്ല അടിയിൽ മട്ടൂറി നല്ലോണം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് പകർത്താം. നല്ല ടേസ്റ്റും നല്ല വിറ്റാമിൻ ഉള്ളത്. നമ്മൾ ഉണക്കമുന്തിരിയും നെല്ലിക്ക് ശർക്കരയും കൂടി തയ്യാറാക്കിയതാണത്. ഈസ്റ്റ് ഉപയോഗിച്ചിട്ടില്ല. വൈൻ ഗ്ലാസ്സിലേക്ക് പകർത്താം, ഓരോ ഗ്ലാസ്. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിനു വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.